ഇപ്പോഴത്തെ ഭരണമേ മോശം. 5 കോടിയുടെ വണ്ടിയിൽ വന്നിറങ്ങിയിട്ട് ഞങ്ങള് ആവുമ്പോലത്തെ രീതി തന്നല്ലോ. നമസ്കാരം. ഇപ്പോൾ നിൽക്കുന്നത് കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിന് മുന്നിലാണ്. നവകേരള സദസ്സിന്റെ കാട്ടാക്കട നിയോജക മണ്ഡലത്തിലെ നവകേരള സദസ്സ് നടക്കുന്നത് ക്രിസ്ത്യൻ കോളേജിലാണ്. എങ്ങനെയാണ് ഇവിടെയുള്ള നാട്ടുകാർ നവകേരള സദസ്സിനെ നോക്കിക്കാണുന്നത്, അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം എന്താണെന്ന്? ഇപ്പോഴത്തെ ഭരണമേ നല്ലതല്ല. മുമ്പൊക്കെ ഭരിച്ചോണ്ടിരുന്നപ്പോ എന്തെല്ലാം നല്ല കാര്യങ്ങളായിരുന്നു. ഇതിപ്പോ ഇതെന്താന്ന് പറഞ്ഞു ഭരിച്ചു വെച്ച് കുട്ടിച്ചോറായി. തൊഴിലുറപ്പ് പോലും നമ്മളെ വിട്ട് ഞാനേത് കൊല്ലിക്കണം, അത് പൈസ പോലും കിട്ടണ്ട. എടോ ഇനി കിട്ടാൻ കിടക്കണം. നമ്മള് ജോലി ചെയ്യണം, അതിന്റെ ദിവസങ്ങൾ വെട്ടിക്കുറയ്ക്കുക. അതിനുള്ള പൈസ കിട്ടണില്ല പൂർണ്ണമായിട്ടും. ചോദിക്കുമ്പോ ഇവർക്ക് അറിഞ്ഞൂടാ, ഇവരോട് ചോദിക്കുമ്പോ അവർക്ക് അറിഞ്ഞൂടാ, ആർക്കും അറിഞ്ഞൂടാ. തൊഴിലുറപ്പ് ഇത് മെയിൻ. തൊഴിലുറപ്പിന് കുടുംബശ്രീയിലുള്ള അംഗങ്ങളെ വിളിച്ചു കൂട്ടി ഇങ്ങനെയുള്ള പൊതു സ്ഥലങ്ങളിൽ നമ്മളതിനെ വിട്ട് കൊല്ലണം. ഇല്ലെങ്കിൽ തൊഴിലുറപ്പിൽ അത് ചെയ്തോളാം, ഇത് ചെയ്തോളാം, മറ്റേ ചെയ്തോളാം എന്ന് പറഞ്ഞാൽ നമ്മളെ വിളിക്കണം. നിർബന്ധമായിട്ട് വരുത്തിയുള്ളവർ കൊണ്ടുവരണം. നമ്മുടെ തൊഴിലുറപ്പിന് കുറേ ആൾക്കാരുണ്ട്. എല്ലാരും വന്നില്ല, കുറേ പേരൊക്കെ ഉണ്ട്, കുറച്ച് പേരൊക്കെ ഉണ്ട്, എല്ലാവരും ഇല്ല. കുറച്ചാളുകൾ നിയമം അല്ല ഞങ്ങള് തൊഴിലുറപ്പിന്റെ ഭാഗമായിട്ട് അങ്ങനെ വന്നതേ ഉള്ളൂ. എല്ലാ പരാതിയും കൂടെ തീർക്കാൻ രക്ഷയില്ലല്ലോ. കണ്ട് എല്ലാവരുടെ പരാതിയും തീർക്കാൻ പറ്റൂലല്ലോ. കണ്ടില്ലേ, വണ്ടിയില് പൂട്ടി അടച്ചിട്ടുണ്ട്. എങ്ങനെ കാണാൻ പറ്റും? കണ്ണുകളൂടെ നമുക്കിഷ്ടമാണ്. നമ്മളെ മന്ത്രിയാണ്. പ്രസംഗം തീരുന്നതിന് മുമ്പ് പ്രസംഗം കേൾക്കണ്ടായിരുന്നു. നമുക്ക് ബസ് സമയത്തിനില്ല, അതുകൊണ്ട് പോവാം. ഇവിടെ രാത്രി കിടന്ന കണ്ണൊന്നും കണ്ടുകൂടാ. എവിടെയാ സ്ഥലം? വലിയ കിഴിവാണ്. എങ്ങനെ ഉണ്ടായിരുന്നു നവകേരള സദസ്സ്? കൊള്ളാം. പാവങ്ങളെ ദ്രോഹിച്ച് ഇങ്ങനെ ചെയ്തിട്ട് പാവങ്ങളെ എന്തിനു മക്കളെ കഷ്ടപ്പെടുത്തി 5 കോടിയുടെ വണ്ടിയിൽ വന്നിറങ്ങിയിട്ട് ഞങ്ങള് ആവുമ്പോലത്തെ രീതി തന്നല്ലോ. പാവങ്ങൾക്ക് പെൻഷനില്ല, ജോലി ചെയ്ത പൈസ കിട്ടാൻ പാടില്ല. പിന്നെ എങ്ങനെയാ വന്ന ഇവിടെ? എങ്ങനെ വന്ന്? ഞങ്ങൾക്ക് വണ്ടികൾ വന്നേ പറ്റുള്ളൂ പറഞ്ഞു. അത് എങ്ങനെ കൊണ്ടുവന്ന് വണ്ടി ഒഴിച്ച് ഓടി അങ്ങനെ കൊണ്ടുവന്നു വണ്ടി. മുഖ്യമന്ത്രിയുടെ പ്രസംഗം തീരുന്നതിന് മുമ്പ് പോവാന്നോ? കേൾക്കണ്ടായിരുന്നോ? എന്താ കേട്ടോ? എന്താ കേട്ടെ? തീരുന്നതിന് മുമ്പ് എന്താ പോകുന്നേ?